അങ്ങനെ പിന്നെ ലാലേട്ടനാണെങ്കിൽ പറയുന്നു ബിഗ് ബോസിൻ്റെ ട്രോഫി ആരുടെ കയ്യിലാണ് എത്തിപ്പെടുന്നത് എന്നുള്ളത് ആകാംക്ഷയായിട്ട് എല്ലാവരും നോക്കിയിരിക്കുകയാണെന്നുള്ള വിവരം. പിന്നെ ബിഗ് ബോസ് സീസണിലെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു സീസണായിരുന്നു ഇതെന്നാണ് ലാലേട്ടൻ പറയുന്നത്. ഒരുപാട് പൊട്ടിത്തെറികളും ഒരുപാട് വിവാദങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു സീസണായിരുന്നു ഇതെന്നാണ് പറയുന്നത്. ലാലേട്ടനും ഈ ബിഗ് ബോസിലെ ഈ സീസൺ ഒരുപാട് വിവാദങ്ങളൊക്കെ നേടിക്കൊടുത്തെന്നാണ് പറയുന്നത്. ഒരുപാട് പേര് ലാലേട്ടനോട് ചോദിച്ചു എന്തിനാണ് ഈ ഷോ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. മറുപടി എന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ ഒരുപാട് നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഇത് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. 47 വർഷമായിട്ട് സിനിമ ചെയ്യുന്നു, ലാലേട്ടൻ പറയുന്നതാണ്. 47 വർഷമായിട്ട് സിനിമ ചെയ്യുന്നു. സിനിമയിൽ ഓരോരോ കഥാപാത്രങ്ങളെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഈ ബിഗ് ബോസ് എന്ന ഈ ഒരു റിയാലിറ്റി ഷോയിൽ മോഹൻലാലായിട്ട് നേരിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബിഗ് ബോസ് വീട് ലാലേട്ടനെ എന്നും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണെന്നാണ് പറയുന്നത്. ആഴ്ചതോറും അവിടെ എത്തി അവരുമായിട്ട് സമയം പങ്കിടാൻ കിട്ടുന്നത് അത് വളരെ ലാലേട്ടന് സന്തോഷവും വളരെ വിശേഷപ്പെട്ടതുമായിട്ടാണെന്നാണ് ലാലേട്ടൻ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ടാണെങ്കിൽ ലാലേട്ടന് ഇവരോട് പറയുന്നു, ഇതുവരെയുള്ള ആദ്യം തൊട്ട് ഇതുവരെയുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ചല്ല, ബിഗ് ബോസ് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള കുറേ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമോ ചോദിക്കുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നു, ഒരേ സ്വരത്തിൽ കാണണമെന്ന് പറയുന്നു. അങ്ങനെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ളതിലെ ഭയങ്കര പ്രാധാന്യമുള്ള കുറേ സംഭവങ്ങളൊക്കെ കാണിക്കുന്നു. അതിനകത്താണെങ്കിൽ നല്ല നല്ല സന്ദർഭങ്ങളും ഉണ്ട്, വളരെ മോശമായ പ്രശ്നങ്ങളും വഴക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറയുന്നെന്ന് പറഞ്ഞാൽ എത്ര വന്നിട്ട് കേൾക്കുമ്പോൾ വന്നിട്ട് ഓപ്പോസിറ്റ് ആളിന് എന്ത് ചെയ്താൽ പറ്റുമെന്നൊരു റിയാക്ഷൻ വരുന്ന മാതിരിയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന, അതിൻ്റെ ഇടയ്ക്ക് വീഴുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഉള്ള നിറയെ പ്രശ്നങ്ങളെ. ഈ ടാസ്കിലാണെങ്കിൽ ടാസ്ക് നടക്കുമ്പം അടിപിടി കൂടുന്നതും ബഹളവും. അടിപിടി എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം അവിടെ ഒരു സംഭവം നടന്നല്ലോ, സിജോയും ഒക്കെ ആയിട്ടുള്ള ആ ഒരു മൊമെൻറ്റ് മാറ്റി വെച്ചാൽ ബാക്കിയുള്ളത് അങ്ങനെ അടിപിടി എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ടാസ്കിൻ്റെ ഇടയിൽ നടക്കുന്ന ഓരോ ഇഷ്യൂസും അതും ഇതുമെല്ലാം കാണിക്കുന്നു. ഇപ്പം എന്താണെന്ന് ഇതെല്ലാം കുറേ സമയം എല്ലാവരും കണ്ടു കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് തന്നെ ലാലേട്ടനാണെങ്കിൽ ഗബ്രിയോട് ചോദിക്കുന്നു, എങ്ങനെ ഉണ്ട് ഗബ്രി, എന്താ അഭിപ്രായം ചോദിക്കുമ്പോൾ ഗബ്രി ആണെങ്കിൽ അതിനെ പറ്റി പറയുന്നു. ഇത്രയൊക്കെ പ്രശ്നങ്ങളിൽ കൂടെ ഇങ്ങനെ കടന്നു പോയാലും ലാസ്റ്റിൽ എല്ലാവരും ഇപ്പം വന്നിട്ട് നല്ല സ്നേഹമായിട്ട് സൗഹാർദ്ദമായിട്ട് ഇപ്പോൾ എല്ലാവരും ഇരിക്കുന്നത്. ഇവിടെ നിന്ന് എവിക്റ്റായി പോയവരൊക്കെ തിരിച്ച് വന്നിട്ട് എല്ലാവരും നല്ല സ്നേഹമായിട്ട് ഇങ്ങനെ തന്നെ പോയാൽ മതി എന്ന് പറയുന്നു ഗബ്രി. അതിനുശേഷം പിന്നെ നമ്മുടെ കൃഷിയാണെങ്കിൽ, കൃഷിയും ഈ 5 പേരിൽ ഇപ്പോൾ ഫിനാലയിൽ വന്നിരിക്കുന്ന 5 പേരിൽ ഒരാളാണ്. കൃഷി അവിടെ നിന്ന് കരയുന്ന പോലെ ലാലേട്ടൻ തോന്നിയിട്ടായിരിക്കും എന്താ കൃഷി കരയുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ കൃഷിയും വന്നിട്ട് അവിടുത്തെ ഓരോ മൊമെൻറ്റ്സും കരഞ്ഞുകൊണ്ട് തന്നെ വളരെ സങ്കടത്തോടെ തന്നെ എന്നാൽ കരയുവാണ് കരയല്ല എന്ന് പറയാം, ആ ഒരു ലെവലിൽ അത് പറഞ്ഞു വയ്ക്കുന്നു. പിന്നെ ജാസ്മിനോട് ചോദിക്കുന്നു, ജാസ്മിൻ പറയുന്നു എന്നിട്ട് എനിക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല ലാലേട്ട. പിന്നെ ജാസ്മിൻ കുറച്ച് ജാള്യതയോടെ പറയുന്നു, എൻ്റെ ഈ മേക്കപ്പ് വന്നിട്ട് പോകുമെന്ന്. കരയുമെന്നുള്ള മീനിങ് ആയിരിക്കും. കരയുമ്പോൾ ഈ മേക്കപ്പൊക്കെ ചെയ്തിട്ടാണല്ലോ ഫിനാലയിൽ അവരെ ഒക്കെ നിർത്തിയേക്കുന്നത്. അപ്പോൾ വന്നിട്ട് അതൊക്കെ പോകുമെന്ന് പറയുന്നു. പിന്നെ ജിൻഡോയോട് ചോദിക്കുന്നു. അപ്പോൾ ജിൻഡോ പറയുന്നു, ജിൻഡോയ്ക്ക് വളരെ സങ്കടമുണ്ട് ഇതൊക്കെ കണ്ടപ്പോഴേ. ആദ്യ സമയങ്ങൾ ജിൻഡോ പറയുന്നത്, ആദ്യ സമയങ്ങളിൽ എന്നെ ഒന്ന് കൈ പിടിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ജിൻഡോ പറയുന്ന മീനിങ് എന്താണെന്ന്, ജിൻഡോയെ ആ വീട്ടിനകത്ത് പലരും ഒറ്റപ്പെടുത്തി എന്നുള്ള ഇതാണ് ജിൻഡോ പറയുന്നത്. പലപ്പോഴും ജിൻഡോ അത് പറയുന്നുണ്ട്.
സത്യത്തിൽ ഒറ്റയ്ക്ക് കളിക്കാൻ തന്നെയാണല്ലോ ബിഗ് ബോസ് വീട്ടിൽ വരുന്നത്. അവിടെ ഒറ്റപ്പെടുത്തി എന്ന് പറയുന്നത് എന്തിനാണെന്ന് എനിക്കത് അത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഒറ്റയ്ക്കാണ് എല്ലാവരും വന്നേക്കുന്നത്. ഒറ്റയ്ക്കല്ലാതെ കളിച്ചവരൊക്കെയാണ് എവിക്റ്റായി പോയേക്കുന്നതും. ജിൻഡോ ഒറ്റയ്ക്കായി, അല്ലെങ്കിൽ ബിഗ് ബോസ് വീട്ടിനകത്തെ ആൾക്കാർ മെമ്പേഴ്സ് ജിൻഡോയെ ഒറ്റപ്പെടുത്തിയത് കൊണ്ട് തന്നെയായിരിക്കും ഇത്രത്തോളം ജിൻഡോ ശക്തമായിട്ട് വന്നേക്കുന്നതും. അതാണ് എനിക്കിതിൽ തോന്നുന്നത്. എപ്പോഴും ഒറ്റയ്ക്കെന്ന് നമ്മൾ പറയുന്നു, ആ ഒറ്റപ്പെടുത്തും തോറും ശക്തി കൂടുകയാണെന്ന് നമ്മൾ വിചാരിച്ചാൽ അവിടെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ലേ ചിന്തിക്കാൻ കഴിയത്തുള്ളൂ. ജിൻഡോ എപ്പോഴും പറയും, എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി, എന്നെ ഒന്ന് കൈ പിടിച്ച് മുന്നോട്ട് നയിക്കാൻ ആരുമില്ലായിരുന്നു. ബിഗ് ബോസ് വീടെന്ന് പറയുന്നത് എല്ലാവരും മത്സരിക്കാൻ വരുന്നതും ഒക്കെ ഒറ്റയ്ക്കല്ലാതെ വന്ന് ആരെങ്കിലുമൊക്കെ ചേർത്ത് പിടിച്ച് ഗ്രൂപ്പേഴ്സും കളിച്ചവരൊക്കെ തന്നെയാണ് ആദ്യ സമയങ്ങളിലൊക്കെ എവിക്റ്റായി പോയതും. ജിൻഡോയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ജിൻഡോ ഇന്ന് ഈ പ്രേക്ഷക ലക്ഷങ്ങളെല്ലാം ജിൻഡോയ്ക്ക് സപ്പോർട്ട് ചെയ്ത് ജിൻഡോയെ ഇഷ്ടപ്പെട്ട് ഇത്രത്തോളം ജിൻഡോ ഈ ഒന്നാമനായതെന്നും എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ലാലേട്ടൻ നോക്കുമ്പം മുക്കാലും ആൾക്കാരും കരച്ചിലും കണ്ണീരും ഒക്കെ തന്നെയാണ്. ഈ ഒരു പുള്ള കാണിച്ചില്ലേ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ, അത് അവരിൽ ഇങ്ങനെയൊക്കെയാണല്ലോ ഇത്രത്തോളം അവരത് നേരിട്ട് കാണുമല്ലേ. അപ്പോൾ അവർ തന്നെ അറിയാതെ വിങ്ങിപ്പൊട്ടലുകളും കണ്ണീരും ഒഴുകുന്നതും എല്ലാം അങ്ങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ഇവിടെ എല്ലാവരും കരച്ചിലിൻ്റെ വക്കില്ല, അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് മാറ്റിപ്പിടിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഒരു നല്ല ഡാൻസ് കാണാം. അത് വന്നിട്ട് അഭിനേത്രിയും നർത്തകിയുമായ ശ്രുതി ബിഗ് ബോസ് സീസൺ 5 കണ്ടസ്റ്റൻ്റ്. അപ്പോൾ വന്നിട്ട് ശ്രുതിയുടെ ഒരു നല്ല ഡാൻസാണ് ഇപ്പോൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. അങ്ങനെ ശ്രുതിയുടെ ഡാൻസ് ഗംഭീരമായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ നേരത്തെ ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുണ്ടെന്ന് ഇങ്ങനെ ബിഗ് ബോസ് സീസൺ 5 കണ്ടിട്ടുണ്ട്. ഈ ഫൈനൽ ദിവസത്തിന് ഒരു 1-2 ദിവസം മുമ്പേ അവരെയാണെങ്കിൽ ഒരു ആർട്ട് ഗാലറി മാതിരി ഒരു സംഭവം, അതിലാണെങ്കിൽ ഇവർ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന സമയം തൊട്ട് ലാസ്റ്റ് വരെയുള്ള ആ ഒരു പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളൊക്കെ ഫോട്ടോയാക്കിയിട്ട് അത് ഫ്രെയിം ചെയ്ത് ഒരു ആർട്ട് ഗാലറി മാതിരി വെച്ചിട്ടുണ്ടായിരുന്നു. അതപ്പോൾ ഇവർ ഈ മെമ്പേഴ്സ് എല്ലാം പോയി അത് ഓരോ ഫോട്ടോസും ഇങ്ങനെ നോക്കി അവർ സ്വയം അവരെ തന്നെ അവരുടെ ആ ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായ ചില പ്രധാന സംഭവങ്ങൾ അതായി ഫോട്ടോയാക്കി ഇവർ വെച്ചിരുന്നത് അതിങ്ങനെ കണ്ടു. അപ്പോൾ അതിനെ കുറിച്ച് ലാലേട്ടൻ എല്ലാവരോടും ചോദിക്കുമ്പം എല്ലാവരും അത് ഭയങ്കര ഒരു വലിയ സംഭവമായിട്ട് വളരെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ആ ഓരോരോ സുന്ദര മുഹൂർത്തങ്ങളായിട്ട് അവർക്ക് പല ഫോട്ടോസും തോന്നി. അപ്പം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ബിഗ് ബോസ് സീസൺ 6 എല്ലാ കണ്ടസ്റ്റൻസിനും അതിനകത്തെ ഈ നല്ല മുഹൂർത്തങ്ങളും പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളും അടങ്ങിയ അവർ ഫോട്ടോസ് എടുത്തിട്ട് അത് വന്നൊരു ആൽബമായിട്ട് ഒരു ബുക്ക് തയ്യാറാക്കി അത് എല്ലാ മെമ്പേഴ്സിനും കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ 5 പേര് ഇവിടെ ഉണ്ടല്ലോ, ഫിനാലേക്ക് തിരഞ്ഞെടുത്ത 5 പേർക്ക് ഇപ്പം ഇവിടെ വെച്ച് തന്നെ അത് കൊടുക്കുന്നുണ്ട്. അല്ലാതുള്ള എവിക്റ്റായ ബാക്കിയുള്ള മെമ്പേഴ്സ് 19 പേർക്ക് അവരെ വീട്ടിലേക്ക് അത് അയച്ചു കൊടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകതയാണ്, ഈ സീസണിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനത്തെ ഒരു സംവിധാനം. അപ്പം എല്ലാവർക്കും ഈ ഫോട്ടോസ്, അതായത് ഈ ഒരു ഫോട്ടോസ് അടങ്ങിയ ഒരു ബുക്ക് ആൽബം കിട്ടുന്നുണ്ട്. ഇത് തയ്യാറാക്കിയത് UK ആർട്ട് ഡയറക്ഷൻ പഠിച്ച് ഇറങ്ങിയ ഒരു കുട്ടി. അടുത്തതായിട്ടാണെങ്കിൽ പിന്നെ ഈ മുൻപിലെ സീസണുകളിലൊക്കെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസൊക്കെ കൂടെ ചേർന്നിട്ടാണെങ്കിൽ ഒരു സ്കിറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണെങ്കിൽ ഭയങ്കര രസമായിരുന്നു, ഒന്നും പറഞ്ഞാലൊന്നും പറ്റത്തില്ല. ഈ സീസണിലെ മുൻപുള്ള സീസണിലെ 1-2 കാര്യം ഈ സീസണിനോട് റിലേറ്റഡായിട്ട് വരുന്നതായതുകൊണ്ട് അതിങ്ങനെ ഓരോ പോയിൻ്റ് ഇങ്ങനെ കാണിച്ചെങ്കിലും മെയിനായി ഈ സീസണിൻ്റെ കാര്യങ്ങളൊക്കെയായിരുന്നു അവർ തമാശ രൂപേണ അവതരിപ്പിച്ചത്. അതിനകത്താണെങ്കിൽ
എടുത്തു പറയും. നമ്മുടെ ചായയിൽ വന്നിട്ട് ജാസ്മിന് തുമ്മിയതും ജാനുമണിദാസിൻ്റെ ജാനുമണിയുടെ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ, ഞാൻ ബിസിനസ് ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്സിലായി പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കോമഡി രൂപേണയാണ് ഇവരിങ്ങനെ അവതരിപ്പിച്ചേക്കുന്നത്. അത് പറഞ്ഞാൽ അത് എങ്ങനെയാണ്, നിങ്ങളത് ഇത് കാണുമ്പോൾ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. ഭയങ്കരമായിട്ട് അത് ഇതിൽ ബാധിച്ചേക്കുന്ന ആൾക്കാർ പോലും ചിരിച്ചു പോകും. അതേമാതിരിയാണ് ഇവരെ ഈ സ്കിറ്റ് അവതരിപ്പിച്ച്. ഇങ്ങനെ ജാൻമണിദാസ് ഇങ്ങനെ പിന്നെ അവളെ ഞാൻ ഈ വെളിയിലിറങ്ങിയാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് വീട്ടിനകത്തെ. അപ്പം ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജാൻമണി അതിനെക്കുറിച്ച് പറയുന്ന 3-4 കാര്യങ്ങൾ ജാൻമണിയുടെ. ഈ ജാൻമണിയാണ് ആകെ ചിരിക്കണോ അതോ വന്ന് കരയണോ എന്നറിയാൻ വയ്യാത്തൊരവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നത്. മലയാളം 56 അക്ഷരവും പഠിച്ചിട്ട് വന്ന മലയാളികൾ പറഞ്ഞില്ല. പക്ഷേ ശ്രീതു തമിഴ്നാട്ടിൽ ജനിച്ച് വളർന്ന ഒരു മലയാളി, ശരിക്കും മലയാളം അറിയത്തില്ല, എഴുതാനോ വായിക്കാനോ അറിയാത്ത മലയാളി പെൺകുട്ടി. പക്ഷേ ഈ ഒരു ഇതുണ്ടല്ലോ, സ്പീഡാണ് പറയുന്നത്, അരുതരുത് കുതിരേ മുതിരരുത് കുതിരയെന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ ടാസ്ക്. അതിൽ ഈ മറ്റുള്ളവരെക്കാട്ടി ഈ ശ്രീധുവിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവർ സ്കിറ്റിൽ കൂടെ രസകരമായിട്ട് അവതരിപ്പിക്കുന്നു. അങ്ങനെ നിറയെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു അതൊക്കെ കാണാൻ. അങ്ങനെ ആ ടീമാണെങ്കിൽ നന്നായിട്ട് സ്കിറ്റ് ചെയ്ത് നമ്മുടെ കണ്ടസ്റ്റൻസിനെ എല്ലാം, പുതിയ കണ്ടസ്റ്റൻസ് ഇല്ലേ ഈ പ്രാവശ്യത്തെ, എല്ലാവരെയും ട്രോളി കൊന്നെന്ന് വേണം പറയാൻ. പിന്നെ അടുത്തതായിട്ട് ഒരു നല്ലൊരു ഡാൻസാണ്. ബിഗ് ബോസ് കണ്ടസ്റ്റൻസായിട്ട് നേരത്തെ ഉള്ള സീസണിൽ വന്നിട്ടുള്ള ധന്യ മേരി വർഗീസ് എന്നാണ് പറയുന്നത്. അവർ അഭിനേത്രിയാണ്, നർത്തകിയാണ്. അപ്പോൾ അവരുടെ ഒരു ഡാൻസാണ്, ഒരു കലക്കൻ ഡാൻസ്. അവരെ ഡാൻസ് ചെയ്തത് ആ പാട്ടെ കലക്കാത്ത സന്തനം മേളമെതുകാകെ പുത്തിരുന്നു പൂ പറിക്കാൻ പോയിടാമോ എന്നെ വാങ്ങ പുത്തിരമോ, ആ ഒരു പാട്ടില്ലേ, ഒരു വയസ്സായ ഒരു വരുന്നത് പൃഥ്വിരാജിൻ്റെ സിനിമയിലാണെന്ന് തോന്നുന്നു. അവർ പാട്ടതായിരുന്നു. ഡാൻസ് അവർ സൂപ്പർ ഡാൻസായിരുന്നു. അവരുടെ ടീമും ഉണ്ടായിരുന്നു. കലക്കാത്ത സന്തനം മേളമെതുവാകെ പുത്തിരുന്നു പൂ പറിക്കാൻ പോയിടാമോ എന്നെ വാങ്ങ പുത്തിരമോ, ലാലേ ലാല ലാല ലാലേ ലാല ലാലേ ലാല